അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിവിന്നിലാവ് എന്ന ആത്മീയ മജ്‌ലിസ് ഏകദേശം 2800 മജ്‌ലിസുകൾ തികഞ്ഞു. അൽഹംദുലില്ലാ, ഒരുപാട് വിമർശകർ ഉസ്താദിനെതിരെ ആഞ്ഞടിച്ചു. എന്നാലും ഉസ്താദ് അവറുകൾ അവർക്കൊക്കെ പുഞ്ചിരി മാത്രം മറുപടിയായി നൽകിക്കൊണ്ട് ഉസ്താദ് അവറുകൾ ഇന്നും വളരെ സന്തോഷത്തോടെ മജ്‌ലിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉസ്താദ് അവറുകൾ ഉള്ളത് വിശുദ്ധമായ ഹറമിലാണ്. ഉംറയ്ക്ക് വേണ്ടി ഉസ്താദ് അവറുകൾ കുറച്ചാളുകളെ വിളിച്ചു കൊണ്ടുപോയി. അങ്ങനെ വിശുദ്ധമായ റബീഉൽ അവ്വൽ 12-ന് മദീനയിൽ അതിവിപുലമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മജ്‌ലിസുകളിലൊക്കെ പങ്കെടുത്തു. അൽഹംദുലില്ലാ, നമുക്കും ഉസ്താദ് അവറുകളെ കൂടെ ദിക്റുകളും സ്വലാത്തുകളും ചെല്ലാൻ കഴിയില്ല. ഒരുപാട് പേർ ഒരുപാട് രീതിയിൽ ഉസ്താദ് അവറുകളെ വിമർശിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും നടന്നിട്ടില്ല. ആരെങ്ങനെ ശ്രമിച്ചാലും അവരുടെ ശ്രമങ്ങളൊക്കെ വെറുമത് ശൂന്യമായി മാറി. ഉസ്താദ് അവറുകളുടെ ജീവിതമെന്ന് പറയുമ്പോൾ വളരെയധികം കഷ്ടപ്പാടുകളിലായിട്ടാണ് ഉസ്താദ് അവറുകൾ ജീവിച്ചു വളർന്നത്. ചെറുപ്പകാലത്ത് തന്നെ വാപ്പയില്ലാതെ വാപ്പ പോയി. അങ്ങനെ ഉമ്മാന്റെ തണലിലായിട്ടാണ് ഉസ്താദ് അവറുകൾ ജീവിച്ചത്. ഉസ്താദ് അവറുകൾ ചെറുപ്പകാലത്ത് തന്നെ പഠിക്കാൻ വേണ്ടി, ദർസ് പഠിക്കാൻ വേണ്ടി വല്ലാത്ത ആഗ്രഹത്തോടെയാണ് ഉസ്താദ് അവറുകൾ വീട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരുപാട് വിമർശനങ്ങളും കേട്ടുകൊണ്ടാണ് ഉസ്താദ് അവറുകൾ ജീവിതം നയിച്ചത്. ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ മൊത്തമായി ഉസ്താദ് അവറുകൾക്കെതിരെയുള്ള വിമർശനങ്ങൾ കുത്തിക്കയറുന്ന ഒരു കാലഘട്ടമൊക്കെ നാം കണ്ടവരാണ്. എവിടെ നോക്കിയാലും ഉസ്താദ് അവറുകൾക്കെതിരെയുള്ള വിമർശനം. എന്നാലും ഉസ്താദ് അവറുകൾ ആ ഒരു മനക്കരുത്തോടെ ഉമ്മാന്റെ പൊരുത്തമുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഉസ്താദ് അവറുകൾ മുന്നേറിയത്. ഉസ്താദ് അവറുകൾക്ക് ചെറുപ്പകാലം മുതലേ അല്ലാഹു തആല ഒരു വലിയ സൗഭാഗ്യം കൊടുത്തിട്ടുണ്ട്. ചെറിയ വയസ്സിൽ തന്നെ അല്ലാഹു തആല ഒരു വലിയ സ്ഥാനമാണ് ഉസ്താദ് അവറുകൾക്ക് കൊടുത്തത്. ലക്ഷോപലക്ഷം ആളുകൾക്ക് ആത്മീയമായി നേതൃത്വം നൽകുവാനും അതേപ്രകാരം ഉസ്താദ് അവറുകളുടെ ദുആക്ക് ആമീൻ പറയാൻ ലക്ഷക്കണക്കിന് ആളുകൾ. ഇങ്ങനെ എല്ലാ രീതിയിലും ഉസ്താദ് അവറുകൾക്ക് അല്ലാഹു തആല ഒരുപാട് സ്ഥാനങ്ങൾ ചെറുപ്പകാലത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കുടുംബത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഉസ്താദ് അവറുകളുടെ കുടുംബം എന്ന് പറയുന്നത്, ഉസ്താദ് അവറുകളുടെ ഭാര്യ കുടുംബം എന്ന് പറയുന്നത് ഹബീബായ നബി തങ്ങളുടെ കൂടെ നിന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയാണ്. അതായത് മഖ്ദൂം കുടുംബമാണ്. നമുക്ക് കേട്ടവരാണ് ഒരുപാട് പ്രഗൽഭ പണ്ഡിതന്മാർ. ആ കുടുംബത്തിൽപ്പെട്ടവരാണ് മഖ്ദൂമിങ്ങൾ. ആ കുടുംബത്തിൽ നിന്നാണ് ഉസ്താദ് അവറുകൾ കല്യാണം കഴിയുന്നത്. അങ്ങനെ ഏത് രീതി നോക്കുമ്പോഴും ഉസ്താദ് അവറുകൾക്ക് അല്ലാഹു തആല ചെറുപ്പകാലം മുതലേ ഒരു വലിയ ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. ആര് എന്ത് വിമർശിച്ചാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഉസ്താദ് അവറുകളുടെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത്. ചിലരൊക്കെ മനസ്സിലാക്കും ഉസ്താദ് അവറുകൾക്ക് ഒരുപാട് പണങ്ങൾ കിട്ടുന്നുണ്ട്, അതൊക്കെ എങ്ങനെയായിരിക്കും ചെലവഴിക്കുന്നത്. പത്തപ്പിരിയത്തിന്റെ മണ്ണിൽ പോയാൽ മതി, അവരോട് ചോദിച്ചാൽ മതി, അവർ കാണിച്ചു തരും ഉസ്താദ് അവറുകൾ ചെയ്ത പ്രവർത്തനങ്ങൾ. വെള്ളമില്ലാത്ത ഒരുപാട് ആളുകൾക്ക് വെള്ളം, അതേപ്രകാരം ഹോസ്പിറ്റലുകളിലേക്ക് വീൽ ചെയറുകൾ, പാവപ്പെട്ടവർക്ക് വീട്, ആംബുലൻസ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പദ്ധതികളാണ് ഉസ്താദ് അവറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ കണ്ണുനീരാണ് ഉസ്താദ് അവറുകൾ ഒപ്പിയെടുത്തിട്ടുള്ളത്.
അവരുടെയൊക്കെ ദുആ മതി ഉസ്താദ് അവറുകൾക്ക് വിജയിക്കാൻ. ഒരുപാട് പാവപ്പെട്ടവരുടെ ആമീൻ ദുആ എത്രയോ ആളുകൾ ഉസ്താദ് അവറുകൾക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉസ്താദ് അവറുകളുടെ ആയുസ്സിന് വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവിനിലാവെന്ന ആത്മീയ മജ്ലിസിന് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഉസ്താദ് അവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദുആവസ്യത്തോടു കൂടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇനിയുള്ള ഇങ്ങനെയുള്ള ഇസ്ലാമികമായ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.